13-ാം ദിവസം ഇമോഷണൽ പ്രോസസ്സിംഗ് ആൻഡ് ഗ്രീഫ് വർക്ക്. ബൈബിൾ പശ്ചാത്തലം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം. ബൈബിളിലെ ഏറ്റവും ചെറിയ വാചകമാണെങ്കിലും അതിൻ്റെ അന്തസത്ത വളരെ വലുതാണ്. വാചകം ഇങ്ങനെയാണ്: യേശു കരഞ്ഞു. എന്താണ് ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാട്? തൻ്റെ സുഹൃത്തായ ലാസറിൻ്റെ വേർപാടിൽ കർത്താവായ യേശുക്രിസ്തു വികാരാധീനനാകുന്നു. വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് ബലഹീനതയല്ല, നേരെ മറിച്ച് അത് മാനുഷികതയുടെ ഭാഗമാണെന്ന് കർത്താവായ യേശുക്രിസ്തു ഇവിടെ തെളിയിക്കുകയാണ്. സങ്കടങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു പറയുന്നതും മാനുഷികമായ രീതിയിൽ വിതുമ്പി കരയുന്നതും ഒരു ആത്മീയ വിടുതലാണ്. അല്പം മനഃശാസ്ത്രം. ഗ്രീഫ് വർക്ക് വേർപാടുകളെയും സങ്കടങ്ങളെയും ആരോഗ്യകരമായ രീതിയിൽ നേരിടുന്നതിനെയാണ് മനഃശാസ്ത്രത്തിൽ ഗ്രീഫ് വർക്ക് എന്ന് പറയുന്നത്. സങ്കടം പുറത്തു കാണിക്കാതെ ഉള്ളിൽ അമർത്തി വയ്ക്കുന്നത് ശാരീരികമായ അസുഖങ്ങൾക്ക് കാരണമാകുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. വിട്ടുമാറാത്ത തലവേദന, ഹൃദ്രോഗങ്ങൾ, ഉറക്കക്കുറവ് എന്നിവയ്ക്ക് മാനസികമായ ആഘാതങ്ങൾ കാരണമാകാറുണ്ട്. മനഃശാസ്ത്രപരമായി വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നത് മനസ്സിന് ആശ്വാസം നൽകുകയും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വികാരം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് വളരെ വലിയൊരു ഉദാഹരണമാണ് ജപ്പാനിലെ കാസനോ ഡെൻവ ഫോൺ ഓഫ് വിൻഡ് അല്ലെങ്കിൽ കാറ്റിൻ്റെ ഫോൺ. 2011 സുനാമിയിൽ അനേകം ആളുകളെ നഷ്ടപ്പെട്ട ഒട്സൂച്ചി എന്ന ജപ്പാനിലെ ഗ്രാമത്തിൽ ഇറ്റാരോ സസാക്കി എന്ന വ്യക്തി സ്ഥാപിച്ച ഫോൺ ബൂത്താണ് ഇത്. ഈ ഫോൺ ബൂത്തിന് പ്രത്യേകിച്ച് കണക്ഷനൊന്നുമില്ല. എന്നാൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ വന്ന് ഈ ബൂത്തിലിരുന്ന് തങ്ങളുടെ മരിച്ചുപോയ വ്യക്തികളോട് സംസാരിക്കുന്നു. അവർ തങ്ങളുടെ സങ്കടങ്ങളും സ്നേഹവും വാക്കുകളിലൂടെ പുറത്തേക്ക് വിടുന്നു. ഇങ്ങനെ സങ്കടം പ്രോസസ്സ് ചെയ്യുന്നത് വഴി അവർക്ക് വലിയ ആശ്വാസവും മാനസിക ആരോഗ്യവും ലഭിക്കുന്നു എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിക്കുകയുണ്ടായി. വികാരങ്ങളെ അടിച്ചമർത്താതെ അത് പ്രകടിപ്പിക്കുന്നത് മാനസിക ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും എന്ന് ഈ കാറ്റിൻ്റെ ഫോൺ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നഷ്ടങ്ങളെ അംഗീകരിക്കുന്ന 5 മിനിറ്റ് വ്യായാമം നമ്മെ സഹായിക്കും. ഒന്നാമതായി, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വ്യക്തിയെയോ ഒരു ബന്ധത്തെയോ അല്ലെങ്കിൽ ഒരു അവസരത്തെയോ കുറിച്ച് ശാന്തമായി 5 മിനിറ്റ് സമയം ആലോചിക്കുക. രണ്ടാമതായി, തുറന്ന് പ്രകടിപ്പിക്കുക. ആ നഷ്ടം നിങ്ങളിൽ ഉണ്ടാക്കിയ വേദനയെ ഒളിച്ചു വയ്ക്കാതെ അംഗീകരിക്കുക. സാധിക്കുമെങ്കിൽ ഒരു ഡയറിയിൽ എഴുതുകയോ മറ്റൊരാളോട് പറയുകയോ ചെയ്യുക. മൂന്നാമതായി, മനസ്സിനോട് ഇങ്ങനെ പറയുക: ഈ നഷ്ടം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ഇതിനെ സ്വീകരിക്കുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കാം. കരച്ചിൽ എന്ന് പറയുന്നത് ഒരു കുറച്ചിലല്ല, അത് മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ്. ഉള്ളിലെ സങ്കടങ്ങളെ പുറത്തോട്ട് വിടുമ്പോൾ മാത്രമേ പുതിയ സന്തോഷങ്ങൾക്ക് അവിടെ സ്ഥാനം ലഭിക്കുകയുള്ളൂ. വികാരങ്ങളെ ഒളിച്ചു വയ്ക്കാതെ അവയെ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.